അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പല ആളുകൾക്കുമുള്ള സംശയമാണ്, വലിയ അശുദ്ധി ഉള്ളപ്പോൾ ജനാബത്ത്, ഹൈദ്, നിഫാസ് ഒക്കെ ഉള്ള സമയത്ത് ഖുർആൻ ഓതാൻ പറ്റുമോ, എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത് എന്നൊക്കെ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു വലിയ അശുദ്ധിയുമായി പാടില്ലാത്തതും പാടുള്ളതുമായ രൂപങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്. വലിയ അശുദ്ധി എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മനീയ് പുറപ്പെടുക, അത് സ്വപ്നസ്കലത്തിലൂടെയോ അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്തോ ഒക്കെ മനീയ് പുറപ്പെട്ടാൽ വലിയ അശുദ്ധി ഉണ്ടായി. അതുപോലെ തന്നെ ഭാര്യയുമായി ബന്ധപ്പെട്ട് മനീയ് പുറപ്പെട്ടിട്ടില്ലെങ്കിലും പരസ്പരം അവർ സംയോഗം ചെയ്താൽ, ഹഷ്ഫ പ്രവേശിക്കുന്ന രൂപത്തിൽ സംയോഗം ചെയ്താലും വലിയ അശുദ്ധി ഉണ്ടായി, കുളിക്കൽ നിർബന്ധമായി. ഇങ്ങനെയാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം വലിയ അശുദ്ധി ഉണ്ടാകുന്നത്. ഈ വലിയ അശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് അഥവാ കുളി നിർബന്ധമാകുന്ന അവസരത്തിൽ പുരുഷനിക്ക് പള്ളിയിൽ താമസിക്കൽ അനുവദനീയമല്ല. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യലും അനുവദനീയമല്ല. ഖുർആൻ പാരായണം ചെയ്യലിന്റെ വിഷയം പറയുമ്പോഴാണ് ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഖുർആൻ പാരായണം ചെയ്യൽ അനുവാദമില്ലാത്തത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ ഓരോ സമയത്ത് അൽഹംദുലില്ലാ തുമ്മുന്ന സമയത്ത് നമ്മൾ ചൊല്ലാറുണ്ട്. ഇതൊക്കെ ഖുർആനാണ്. എന്നാൽ ഇതൊക്കെ ദിക്റുകളുമാണ്. അപ്പൊ ദിക്റാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ഖുർആനിനെ വേണമെങ്കിൽ ഓതാം. ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടെ മുസ്ഹഫ് തൊട്ടാലും ഇല്ലെങ്കിലും ഓതാനേ പാടില്ല. മുസ്ഹഫ് തൊടാൻ പാടില്ല, അതോടൊപ്പം തന്നെ ഓതാനും പാടില്ല. ചെറിയ അശുദ്ധി കൊണ്ട് പാടില്ലാത്ത അഥവാ വുളു ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ ജനാബത്തുകാരനായ പുരുഷൻ അവൻ ചെറിയ അശുദ്ധി ഇല്ലാത്തപ്പോൾ തന്നെ നിസ്കരിക്കാൻ പാടില്ലാത്തതുപോലെ അവന് വലിയ അശുദ്ധി ഉള്ളപ്പോഴും നിസ്കരിക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ ഹദ്ദാദ് പതിവായി ചെല്ലുന്ന ഒരാള്, അയാൾക്ക് ജനാബത്തുണ്ടായ സമയത്ത് ഹദ്ദാദ് ചൊല്ലണമെങ്കിൽ ചൊല്ലാം. അവിടെയുള്ള ഒരുപാട് ദിക്റുകൾ, ആയത്തുൽ കുർസി, ആമന റസൂൽ, ഇതൊക്കെ ഖുർആനിന്റെ ഭാഗമാണെങ്കിലും ഇവിടെയൊക്കെ ദിക്റാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ചൊല്ലാവുന്നതാണ്. ഇനി മനഃപൂർവ്വം ദിക്റാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ വേറെ സമയത്തൊന്നും ചൊല്ലാതെ ആ ഒരു സമയം മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതും നമുക്ക് യോജിച്ചതല്ല. സ്ത്രീയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് വലിയ അശുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെയും അതുപോലെ തന്നെ ഹൈദ്, നിഫാസ് ഇത്തരം സന്ദർഭങ്ങളിലുമാണ് സ്ത്രീകൾക്ക് വലിയ ശുദ്ധി ഉണ്ടാകുന്നത്. ഹൈദ്, നിഫാസ് ഇവ രണ്ടുമുള്ള സമയത്ത് സ്ത്രീകൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നോമ്പ് അനുഷ്ഠിക്കാനും പാടില്ല. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. അപ്പോൾ നോമ്പ് ആ സമയത്ത് വലിയ അശുദ്ധി ഉണ്ടായ ഹൈദ്, നിഫാസ് പോലത്തത് ഉണ്ടായ സമയത്ത് നഷ്ടപ്പെട്ട നിർബന്ധമായ നോമ്പുകൾ, റമദാൻ മാസത്തിലുള്ള നോമ്പുകൾ അവൾക്ക് അല്ലാത്ത സമയത്ത് ഖളാ വീട്ടേണ്ടതുണ്ട്. എന്നാൽ ആ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ അവൾ ഒരിക്കലും ഖളാ വീട്ടേണ്ടതില്ല. അവൾക്കും ഖുർആൻ പാരായണം ചെയ്യൽ അനുവദനീയമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ദിക്റാണ് എന്ന രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയും ആവാം. ചെറിയ കുട്ടികൾക്കടക്കം, ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്നതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. എന്നാലും ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഉസ്താദായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ അവറുകൾ അവിടെ നിന്ന് കുട്ടികൾക്ക് ഖുർആൻ പാരായണം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മുതിർന്നവരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അശുദ്ധി ഉണ്ടായാൽ നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ വലിയ അശുദ്ധി ഇല്ലാത്ത സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുകയും വേണം. നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.